നമുക്കറിയാം T20 ക്രിക്കറ്റിൽ സെഞ്ചുറിയോളം വലിപ്പമുള്ളൊരു കാര്യമാണ് ഒരു ബോളർ 5 വിക്കറ്റ് നേട്ടം കൊയ്യുക എന്നുള്ളത്. അങ്ങനെ 5 വിക്കറ്റ് നേട്ടം കൊയ്ത ഒരേ ഒരു താരമാണ് ഇക്കുറി IPL-ലുള്ളൂ. ആരാണെന്നറിയും? മോസിൻ ഖാൻ. ഹീസ് പാർട്ട് ഓഫ് LSG, ലക്നൗ സൂപ്പർ ജയൻസ്. 2022 ആ ഫ്രാഞ്ചൈസ് IPL-ലേക്ക് എത്തിയത് മുതൽ മോസിൻ ഖാൻ LSGയുടെ ഭാഗമാണ്. അതിനു മുമ്പ് മുംബൈ ഇന്ത്യൻസിന്റെ തട്ടകത്തിൽ വെറുതെ ബെഞ്ചിലിരുന്ന് മാറിയ ഒരു താരം കൂടിയാണ് മോസിൻ ഖാൻ. അദ്ദേഹത്തിന് മാത്രമാണ് 5 വിക്കറ്റ് ഉള്ളത്. 7 മത്സരത്തിൽ 11 വിക്കറ്റ് നേട്ടമുണ്ട് അദ്ദേഹത്തിന്. എന്നാൽ അദ്ദേഹത്തിന് ആകെ കളിക്കാൻ സാധിച്ചത് 7 മത്സരങ്ങൾ മാത്രമാണ്. ഇത്രയും ജെം ഓഫ് എ ലെഫ്റ്റ് ആം സീമർ ഉണ്ടായിട്ട് അദ്ദേഹത്തെ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് ഋഷഭ് പന്ത് എന്നൊരു ക്യാപ്റ്റന്റെ അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെന്റ് ഏറ്റവും വലിയ ഡ്രോബാക്ക്. 2022-ലും 23-ലും ഗംഭീറും ആൻഡി ഫ്ലവറും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ലക്നൗ സൂപ്പർ ജയൻസ് IPL-ലെ ക്വാളിഫയർ കളിച്ചത് നമ്മൾ കണ്ടതാണ്. പ്ലേ ഓഫ്സ് കളിച്ചതാണ്. ഈ 2 സീസണിലും ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ബോളറായിരുന്നു മോസിൻ ഖാൻ. ഈസ് വെരി എക്കണോമിക്കൽ ആൻഡ് വിക്കറ്റ് ടേക്കർ. അദ്ദേഹത്തിന് അടിക്കാൻ നോക്കിയാൽ വിക്കറ്റ് ലഭിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ 1-2 മത്സരങ്ങളൊക്കെ അടി മേടിക്കും. സ്വാഭാവികമാണ്, ഫാസ്റ്റ് ബോളറാണ്, IPL-ആണ്, ഫ്ലാറ്റ് ട്രാക്കുകൾ ഉണ്ടാകും. ഓക്കെ, പക്ഷേ ഇദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഏറ്റവും കൂടുതൽ വിക്കറ്റുള്ള പ്രിൻസ് യാദവിന് 16 വിക്കറ്റാണ് സമ്പാദ്യം. അദ്ദേഹം കളിച്ചിരിക്കുന്നത് 14 മത്സരങ്ങളും കളിച്ചു. എന്നാൽ മോസിൻ ഖാന് 7 മത്സരങ്ങൾ മാത്രമാണ് അവസരം കിട്ടിയത്. 7 മത്സരത്തിൽ 11 വിക്കറ്റുമുണ്ട്. അത്യാവശ്യം എക്കണോമിക്കലുമാണ്. ഇതൊക്കെ തന്നെയാണ് ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഓൾറെഡി ലക്നൗയുടെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത റൊട്ടേഷൻ ആയിരുന്നു. പിന്നെ നല്ലൊരു ഫിനിഷർ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഫില്ല് ചെയ്യാൻ പാകത്തിലുള്ള താരങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ അവരെ അതനുസരിച്ചിട്ട് യൂസ് ചെയ്തില്ല എന്നുള്ളതും അവരുടെ പ്രശ്നമായിരുന്നു. നോട്ട് ഹാവിങ് ദാറ്റ് ട്രസ്റ്റ്, നോട്ട് ഹാവിങ് ദാറ്റ് ബിലീഫ്, അതാണ് ഏറ്റവും വിശ്വാസമാണ്. അതല്ലേ എല്ലാം. വിശ്വാസമില്ലെങ്കിൽ തീർന്നില്ലേ പരിപാടി.